നിർഭാഗ്യകരം. തെറ്റുപറ്റി എന്ന് മോദി നീണ്ട ഇടവേളയ്ക്കു ശേഷം വാ തുറന്ന് പറയുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ഇവിടെ നടന്നിട്ടുള്ളതിന് സ്പീക്കർ ഓം ബിർള ന്യായീകരിക്കുകയാണ്. കേരളത്തിലെ 6 MP-മാർ ഉൾപ്പെടെ 13 പേർക്കാണ് സ്പീക്കർ തങ്ങളുടെ ഭാഗത്തെ തീർത്തും ന്യായീകരിച്ചുകൊണ്ട് കത്തയച്ചിരിക്കുന്നത്. സത്യത്തിൽ പുകമറ സൃഷ്ടിച്ച ആക്രമണകാരികൾ അഴിഞ്ഞാടി രാജ്യത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ സംഭവത്തെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 13 MP-മാരെ സഭാ കാലയളവ് കഴിയുന്നിടം വരെ ഒരക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കിയത്. പ്രതിപക്ഷം ഈ സംഭവത്തിനെതിരെ തങ്ങളുടെ പ്രതിഷേധ സ്വരം ഉയർത്തിയത് തെരഞ്ഞെടുപ്പ് അടുക്കാനായ സാഹചര്യത്തിൽ ദൂരവ്യാപകമായ വിപത്ത് BJPക്ക് സൃഷ്ടിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടും ഇങ്ങനെയൊക്കെ 22ാം വാർഷിക ദിനത്തിൽ തന്നെ സംഭവിച്ചല്ലോ എന്നുള്ളതൊക്കെ BJPയെ ആകെ രോഷാകുലരാക്കി. അപ്പോൾ പിന്നെ കൈയിൽ കിട്ടിയതും കണ്ടതുമൊക്കെ പ്രതിപക്ഷ നിരയിലെ കുറച്ചു പേരെയാണ്. ഒന്നും നോക്കിയില്ല, സസ്പെൻഷൻ അടിച്ച് കയ്യിൽ കൊടുത്തു. അതെ, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞതുപോലെ പാർലമെന്റിൽ തോറ്റതിന് പ്രതിപക്ഷത്തോട് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്. പാർലമെന്റിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി 3 ദിവസം പിന്നിടുമ്പോൾ MP-മാർക്കെല്ലാം കത്തയച്ച് സ്പീക്കർ ഓം ബിർള. ലോക്സഭയിൽ 13 MP-മാരെ സസ്പെൻഡ് ചെയ്തതിന് സുരക്ഷാ വീഴ്ച സംഭവവുമായി ബന്ധമില്ല എന്നാണ് കത്തിന്റെ ഉള്ളടക്കം. ഡിസംബർ 13-നാണ് സന്ദർശക ഗ്യാലറിയിൽ നിന്ന് 2 യുവാക്കൾ ലോക്സഭയുടെ നടുത്തളത്തിലേക്ക് ചാടിയിറങ്ങി കളർ സാനിസ്റ്റർ പ്രയോഗിച്ച് ഭീതിപ്പെടുത്തുന്ന സാഹചര്യം സൃഷ്ടിച്ചത്. 2001-ലെ പാർലമെന്റ് ആക്രമണത്തിന്റെ 22ാം വാർഷിക ദിനത്തിലാണ് യുവാക്കളുടെ അതിക്രമം. ഈ വിഷയത്തിൽ പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചിരുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടെ അടുത്ത ദിവസം ചില MP-മാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഈ 2 സംഭവങ്ങളും തമ്മിൽ ബന്ധമില്ല എന്നാണ് ഇപ്പോൾ സ്പീക്കർ വിശദീകരിക്കുന്നത്. ചില പാർലമെന്റ് അംഗങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികളും ഈ 2 സംഭവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. സ്പീക്കർ കൂട്ടിച്ചേർത്തു. അന്യായമാണിത്. ഡിസംബർ 13 നടന്ന സംഭവവും MP-മാരുടെ സസ്പെൻഷനും തമ്മിൽ ബന്ധമില്ല. സഭയുടെ പരിശുദ്ധി പാലിക്കാൻ വേണ്ടി മാത്രമാണ് സസ്പെൻഷൻ. ഇതും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണാവോ ഈ പരിശുദ്ധി? BJP MP-യുടെ പാസിൽ ഷൂവിനുള്ളിൽ ആയുധങ്ങൾ കടത്തിക്കൊണ്ട് പാർലമെന്റിൽ ആക്രമണം സൃഷ്ടിച്ച് സുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്നതോ? അല്ല, അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിച്ചു പോവുകയാണ്.